നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയുടെ പ്രധാനികളായിട്ടുള്ള ആളുകളെല്ലാം ആം ആദ്മി പാർട്ടിക്ക് നിയമോപദേശവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട വിധത്തിലുള്ള ശക്തമായിട്ടുള്ള പിന്തുണയും നൽകിയിട്ടുള്ള ആളുകളാണ്. ആം ആദ്മി പാർട്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറി അത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് പോലും അവർ ആം ആദ്മിയെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ CJP എന്ന സംഘടന പഞ്ചാബിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ സ്പേസ് അപഹരിക്കും എന്ന് ഉറപ്പായതോടെ കെജ്രിവാൾ CJPയെ തള്ളിപ്പറയാനുള്ള ശ്രമവുമായി രംഗത്ത് വരികയാണ്. നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്നാ ഹസാരെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. വ്യക്തിലാഭത്തിന് വേണ്ടി കെജ്രിവാൾ നടത്തുന്ന ശ്രമങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് അന്നാ ഹസാരെ പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ സംഘടനാപരമായി രാഷ്ട്രീയപരമായി നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണോ അഭിജിത്ത് ദീപ്കയുടെ ശ്രമം എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ അഭിജിത്ത് ദീപ്കെ ഒരിക്കലും ആം ആദ്മി പാർട്ടിയെ ഇനി പിന്തുണയ്ക്കില്ല എന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയുടെ രീതികൾ താൻ ഉദ്ദേശിച്ചതുപോലെ അല്ല എന്ന സാഹചര്യത്തിലേക്കാണ് വരുന്നത്. CJP എന്നത് എങ്ങനെയാണ് ഉദയം ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡായി മാറുകയും ആ ട്രെൻഡിന്റെ വലിയ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. E20 ജനതാ പാർട്ടി എന്ന രീതിയിൽ ഇപ്പോൾ ഇതാ എത്തനോളുമായി ബന്ധപ്പെട്ട് ഗഡ്കരിയെ പുറത്താക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായി ആണോ എന്നത് വലിയ സംശയമായി നിൽക്കുമ്പോഴും സംഘടനാപരമായി ശക്തമായി E20 എന്ന ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുകയാണ്. ഈ രാജ്യത്ത് കൊള്ള വിലയ്ക്കാണ് പെട്രോൾ വിൽക്കുന്നത്. അതുപോലും മായം കലർത്തിയ പെട്രോളാണ് വിൽക്കുന്നത്. ഇതുവഴി സമൂഹത്തിൽ വാഹനങ്ങളുടെ ഇന്ധനക്ഷമത അതുപോലെ തന്നെ വാഹനങ്ങളുടെ ആയുസ് കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ആ എഞ്ചിനുകൾ തകരാറാകുന്നതിൻ്റെ സാധ്യതകൾ കൂടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി ഗഡ്കരിയും കേന്ദ്രമന്ത്രിസഭയും കേന്ദ്രവുമാണ് എന്ന ശക്തമായ നിർദ്ദേശവുമായാണ് E20 ജനതാ പാർട്ടിയും രംഗത്ത് വരുന്നത്. CJP പോലെ സമാനമായിട്ടുള്ള സ്വഭാവ രീതികൾ തന്നെയാണ് E20യും ആവിഷ്കരിക്കുന്നത്. എന്നാലും ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ സംഘടനയിലേക്ക് മാറാനുള്ള സാഹചര്യം വളരെ വിരളമാണ്. ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ സംഘടന ആയതിനു ശേഷമാണ് അഴിമതി കേസുകളും നിരവധി വിഷയങ്ങളും ഉണ്ടായത്. ആം ആദ്മി പാർട്ടിക്ക് ഒരു വലിയ NGO സംഘടനയായോ ഒരു വലിയ രാഷ്ട്രീയ അതീതമായിട്ടുള്ള ഒരു മുന്നേറ്റമായോ നിലനിൽക്കാൻ കഴിയുമായിരുന്നു, സമര പരിപാടികളും മറ്റുമൊക്കെയായി. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയുടെ സ്വാർത്ഥത അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം.